ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റോസ്റ്റ് റെഡിയാക്കിയാലോ. അപ്പോൾ അത് ഇന്ന് നമ്മൾ കാടമുട്ട റോസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഷേർലീസ് ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 8 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കാടമുട്ട, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ഇതൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. മുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഒരു തക്കാളി, മസാലയൊക്കെ കുറച്ച് മതി. കടുക്, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പില മാത്രം നമുക്ക് ഫ്രഷായിട്ടുള്ള കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ടു. ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്, വലുതല്ല, ഒരു മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു, അല്പം ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുവിധം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഈ സവാളയൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഉള്ളിയായിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 8 കാടമുട്ടയുണ്ട്. അത് ആ ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ചീനച്ചട്ടിയുടെ നടുക്കായിട്ട് ആ മുട്ട ഇട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് പോലെ, മുട്ടയുടെ പുറത്തെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, അതായത് റെഡ് ചില്ലി, ചുമന്ന മുളക്, ഇതെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മസാല. പെരുംജീരകമാണ് മെയിനായിട്ടുള്ള മസാല. പെരുംജീരകം, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചതയ്ക്കാം. നമുക്ക് എരിവ് കൂടുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ പച്ചമുളകൊന്നും ചതയ്ക്കാത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ചേർത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം ഒന്ന് വെച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ ശേഷം ഇതുപോലെ നല്ലതായിട്ട് റോസ്റ്റാക്കി എടുത്താൽ നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനോ ചോറിനോ ഒക്കെ കൂട്ടാൻ നല്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മുട്ടയാണ് കാടമുട്ട. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.